ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ബ്ലിങ്ക് ബൈ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10 വർഷം മുമ്പുള്ള ഒരു പഴയ സാരിയെ നമുക്ക് മേക്ക് ഓവർ ചെയ്തിട്ട് ഒരു കുട്ടി പട്ടുപാവാടയും ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഇതിൽ കുറഞ്ഞ ലൈനിങ് ആണ്, 23 രൂപയാണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ലൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പകുതിയാക്കിയതിന് ശേഷം 1.5 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ടായി. അത് നടുവായിട്ട് മുറിച്ച് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെറിയ പൊടി ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 25 ഇഞ്ചിലാണ് നമ്മുടെ ഈ വേസ്റ്റ് ഭാഗത്തെ വണ്ണം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെഷർമെൻറ്റ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊട്ടി സ്റ്റിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് ഈ ഫ്ലൈറ്റ് ഭാഗത്തൊന്ന് വരുന്നത്. താഴത്തെ വശം നമുക്ക് സ്റ്റിച്ച് മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കരഭാഗം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പിന്നെ സ്റ്റിച്ചൊന്നും ചെയ്ത് കൊടുത്തില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതും ഇതേമാതിരി തന്നെ ചെറിയ ഫ്ലീറ്റുകളൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓണത്തിന് അടിപൊളിയായിട്ട് കളറായിട്ട് ഒരു അടിപൊളി പട്ടുപാവാടയും ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിയൊരു പാടെന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല, കാരണം അത്രയും സിമ്പിളാണ്. എത്ര സ്റ്റിച്ചിങ് അറിയാത്തവർക്കും വേഗം ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ചിങ് ചെയ്യാം ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ഇതേമാതിരി പഴയ സാരിയിലൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഫ്ലീറ്റ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ലൈനിങ് ഫ്ലീറ്റ് ഇട്ടത് നമുക്ക് താഴത്തേക്ക് ഈ ലൈനിങ് പീസ് വെച്ചിട്ട് മുകളിൽ നല്ല വശം വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിട്ടുപോയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴത്ത് പഴയ ലൈനിങ് പീസ് വെച്ച് മുകളിൽ നല്ല പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വശത്തെയും തയ്ച്ച് കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ 2 രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. നമുക്കിത് വളരെ വേഗം കഴിയേണ്ടത് മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ ഈ 4 പീസിനെ ഒന്നിച്ചെടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് വിട്ടതാണ്. കട്ടിയില്ലാത്ത ഷിഫോൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് 2 പീസിനെ വിടിയിപ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ലൈനിങ് പീസിനെ രണ്ടും ഒന്നാക്കി സ്റ്റിച്ച് ചെയ്യാം, നല്ല വശത്തെ പീസിനെ ഒന്നാക്കി സ്റ്റിച്ച് ചെയ്യാം. താഴത്തെ ലെങ്ത്ത് അധികം ആയതുകൊണ്ട് തന്നെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, കാരണം തേരുള്ളതുകൊണ്ട് മടക്കി അടിക്കാത്തത് തന്നെയാണ് കുറച്ചും കൂടി ഭംഗി. പിന്നെ കുറച്ച് ലെങ്ത്ത് അധികമായി പോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 2 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചത്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന ലൈസ് ഇതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. അതിന് കുറച്ചും കൂടി മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷൈനിങ്ങും കുറച്ച് നല്ല ലുക്കും തരുന്ന, എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു മോഡൽ ലേസ് ആയതുകൊണ്ട് ഞാൻ അത് തന്നെ വെച്ചിട്ടാണ് ഫുൾ ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ലേസ് എൻ്റെ കയ്യിലൊരു മുഴുവനും ആ ഇതുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ലേസ് അധികം ഉള്ളതുകൊണ്ട് തന്നെ 2 ബോർഡർ ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വലിച്ച് പിടിച്ച് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ പീസൊന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. താഴത്തെ വശത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ലേസ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു എൻഡ് പോർഷൻ വരുന്നില്ലേ, ആ ഒരു പച്ച കളറിനെ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് അതൊരു മോഡലാക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കട്ടിയുള്ള, അതായത് ഒരു കുറച്ചും കൂടി ബോർഡർ പോലെ നമുക്ക് കിട്ടി, കുറച്ച് വീതിയിൽ കുറച്ച് ബോർഡറായിട്ട് കിട്ടി. കാരണം സിമ്പിളായിട്ട് നമ്മുടെ പാവാടയുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ ലേസും കൂടി വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. നൈറ്റ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ക്ലിയർ ആവാത്തത്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇനി നമുക്ക് വേണ്ടത് അരവശത്തെ ഭാഗമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് 8 ഇഞ്ച് നീളത്തോളം ഞാൻ എടുത്തിട്ട് അതിനെ മടക്കി 4 ഇഞ്ചാക്കി ഇതേപോലെ സ്റ്റിച്ചാക്കി കൊടുക്കുന്നുണ്ട്. ഇത് അരവശമാണ്, അതിനൊന്ന് കവർ ചെയ്ത് താഴത്തേക്ക് ചുരുട്ടി പിടിച്ച് കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇപ്പുറത്തെ വശവും കൂടി ഈ 4 പീസിനെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കളറാകണ്ടേ, അതിന് വേണ്ടിയിട്ട് പഴയ സാരിയൊക്കെ മതിയാകും. അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ കാണിക്കുന്നില്ല, അലാസ്റ്റിക് കയ്യിലുള്ള ഏതെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വരുന്നതാണ്. അതിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായി. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനുമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിലും മാതിരി തന്നെ 2 ബോർഡറായിട്ട് ഈ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻ്റ് ഇടണം.
താഴത്തെ വശത്ത് വന്നപ്പോൾ ഞാൻ ഒരു വയലറ്റ് കളറിനെ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ടൊന്ന് മടക്കി കൊടുത്തു. കൈ ഇങ്ങനെയാണ് ചെറിയ മോഡലിൽ പ്ലേറ്റ് ഇട്ട് കൊടുത്തേക്കുന്ന പഫ് സ്ലീവാണ്. പ്രിൻസസ് കട്ടാണ് വെട്ടിയിരിക്കുന്നത്. താഴത്ത് അപ്പുറത്ത് ബാക്ക് വശത്ത് ഹുക്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിർബന്ധമായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ്. ഓണത്തിന് നമുക്ക് കാണാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നീടാവാം.